ഹലോ അസ്സാം വലൈക്കും സുഹൃത്തുക്കളെ, എന്തൊക്കെ സുഖമല്ലേ? അപ്പോൾ ആൾക്കാർ 3 വീലർ റോബോട്ടിനൊന്നും കുറേ ഡൗട്ടുകളൊക്കെ ചോദിച്ചു. ചെറിയൊരു ഡയഗ്രാമിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. നമുക്കറിഞ്ഞത് ഡയഗ്രാമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ലെവലിൽ വരഞ്ഞാണ്. അതായത് നമുക്കിത് അറിയുന്ന സംഭവങ്ങളല്ല, എന്നാലും ആൾക്കാർക്ക് അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ റോബോട്ടിനെ കുറിച്ചിട്ടൊരു വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് എക്സിറ്റ് അല്ലേ, ഇത് നമ്മൾ ലാസ്റ്റിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇത് ഫസ്റ്റ് നമ്മൾ എടുക്കും. ഫസ്റ്റ് എക്സിറ്റ് ഇത് നമുക്കിത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഓക്കെ, ഇതാണ് റോബോട്ടിൻ്റെ ഇമേജസ്. ഇത് ഒരുപാട് ഏയിലുള്ള റൗണ്ടുള്ള റോബോട്ട്സിലെ ഒരു മോഡൽസാണ്. ഇതിൽ ഷാർജയിലൊക്കെ നോക്കിയാൽ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും ചില റോബോട്ടുകൾ, ഒരുപാട് എക്സിറ്റുകൾ ഉണ്ടാവും. താഴത്തെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ലോങ് ലൈന്, ഈ വിട്ടിട്ടുള്ള ലൈനുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് 3 വീലർ റോബോട്ടിലെ ഡയഗ്രാമാണത്. ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ചിട്ട് പറയണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സിറ്റ് റൈറ്റ് എടുക്കുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ റൈറ്റ് ഇങ്ങനെ നമ്മൾ പോവുക. ഓക്കെ, സെക്കൻഡ് എക്സിറ്റ് ആണെങ്കിൽ ഈ സ്ട്രൈറ്റ് ട്രാക്കിൽ നിന്ന് നേരെ വന്നിട്ട് ഫസ്റ്റ് അജ്മാനിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിപ്പിക്കുന്ന ആൾക്കാർ ഇവിടെ പഠിപ്പിക്കുന്നത് ഫസ്റ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പിന്നെ ഇവിടുന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ബാക്കിൽ വണ്ടിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. 2 എക്സിറ്റ് ആണല്ലോ, അപ്പോൾ 2 ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക, പിന്നെ റൈറ്റ് ഇവിടെ വന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇങ്ങോട്ട് കയറുന്ന രീതിയിൽ. ചില സ്ഥലങ്ങളിൽ ദുബായ്, അബുദാബി പോലെ സ്ഥലങ്ങളിലൊക്കെ ചിലർ പറയുന്നുണ്ട് കയറുമ്പോൾ ജസ്റ്റ് ഇൻഡിക്കേറ്റർ കയറിയിട്ട് ഇവിടുന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ കയറിയാൽ മതി എന്നും പറയുന്നത്. പക്ഷേ ശരിക്കുള്ള ഇത് പറഞ്ഞാൽ 2 എക്സിറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ പിന്നെ ഇവിടെ വന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അവർക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. റൗണ്ട് ബോട്ടിൽ നമ്മൾ സ്ട്രൈറ്റാണ് പോകുന്നുണ്ട്. പിന്നെ റൈറ്റ് പോകുമ്പോൾ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ മാത്രമേ ഇടലുള്ളൂ. ഓക്കെ, ഇതിൽ എയറോ മാർക്ക് നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടുന്ന് വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇവിടെ സ്ട്രൈറ്റും ലെഫ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, സ്ട്രൈറ്റ് പോകാനുള്ള ചാൻസ് കാണിക്കും ചില റോഡ്. പക്ഷേ അത് വളരെ റിസ്ക് ഉള്ള പരിപാടിയാണ്. ചില റൂട്ടിൽ ഇങ്ങനെയുള്ള ഉണ്ടാകാൻ ചാൻസ് ഇല്ല, ചില സ്ഥലങ്ങളിൽ ഇത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ മാർക്ക് ഉണ്ട്, ഇവിടെയും സ്ട്രൈറ്റും ലെഫ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കരുത്. ഇവിടെ ലെഫ്റ്റ് മാത്രം മാർക്ക് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ മാർക്കിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വണ്ടികൾ ചിലപ്പോൾ തട്ടുമുട്ട് ആകണമെങ്കിൽ ആണ് അറിയുള്ളൂ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ സ്ട്രൈറ്റ് കയറണമെങ്കിൽ പ്രശ്നമാണ്. 3 എക്സിറ്റിൽ പൊതുവെ സ്ട്രൈറ്റ് കുറവാണ്. ചില റൗണ്ട് ബോട്ടിൽ എഴുതിയിട്ടുണ്ടാവും, അത് ഇവിടെ മാർക്കിങ് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലുള്ളത് നമ്മളിപ്പോൾ സ്ട്രൈറ്റ് പോകണമെങ്കിൽ അത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ പിന്നെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇവിടെ കയറി, റൈറ്റ് ആണെങ്കിൽ വെറും റൈറ്റ് ഇൻഡിക്കേറ്ററിൽ കയറി, അതിന് പിന്നെ 2 ഇൻഡിക്കേറ്റർ ആവശ്യമില്ല. ഇപ്പോൾ നടുക്കത്തെ ട്രാക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സെൻറ്റർ ടു നേരെ പോയിട്ട് ഇങ്ങനെ വരാം. ഇതാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിലെന്ത് ചെയ്തിട്ടുള്ളത്, ലെഫ്റ്റും ഉണ്ട് സ്ട്രൈറ്റും ഉണ്ടെന്ന് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് പോകണമെങ്കിൽ അതേപോലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കയറുക, ഇവിടെ എത്തുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യുക, മെല്ലെ ഈ സെൻറ്റർ ട്രാക്കിൽ കയറാം. ഓക്കെ, നമ്മൾ വരുന്ന ട്രാക്കും ഇൻ ഔട്ടും കറക്റ്റ് നോക്കുകയാണെങ്കിൽ റൗണ്ട് ബോർഡിനുള്ളിൽ ലൈൻ ചേഞ്ച് അലൗഡ് ഇല്ല. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. റൗണ്ട് ബോർഡിനുള്ളിൽ ലൈൻ ചേഞ്ച് അലൗഡ് ഇല്ല. ഓക്കെ, ഇത് ട്രാക്ക് ഉള്ളാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുള്ള മാർക്കിംഗ് ആണ്. അധികം റൗണ്ട് ബോർഡിലും ഈ ഡോട്ട് ലൈന് വിട്ടിട്ടുള്ള ലൈൻ ഉണ്ടാകുക. സോളിഡ് ലൈൻ ആണെങ്കിൽ റോഡ് ക്രോസ് ചെയ്തെന്നാണ് അത് ഔട്ട് സൈഡിലൊക്കെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ സ്ട്രൈറ്റ് നോക്കിയല്ലേ, ഇവിടുന്ന് നേരെ വന്നിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് നല്ല വ്യൂ ഇവിടെ ചെക്ക് ചെയ്തിട്ട് വണ്ടി റൗണ്ട് ബോർഡിനുള്ളിൽ അല്ലെങ്കിൽ കയറാൻ പാടുള്ളൂ. ഓക്കെ, റൗണ്ട് ബോർഡിനുള്ളിൽ ഉണ്ടെങ്കിൽ വണ്ടി ഈ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ കയറരുത്. നമുക്ക് ലെഫ്റ്റ് ഫ്രീ ആണോ കയറി പോകാം, സേഫായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. നമ്മൾ റഷ് ചെയ്ത് കയറുമ്പോഴാണ് ഈ വണ്ടിയിൽ ആക്സിഡൻറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രൈറ്റ് പോകുമ്പോൾ ഈ മാർക്കിങ് ശ്രദ്ധിക്കണം. സ്ട്രൈറ്റും ലെഫ്റ്റും ഇവിടുന്ന് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ട്രാക്കിൽ നിന്ന് നേരെ വന്നിട്ട് ഇവിടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കയറാം. ഇതേ സമയത്ത് ലെഫ്റ്റ് ആണെങ്കിൽ ഈ ട്രാക്കിൽ നിന്ന് മെല്ലെ റൗണ്ട് ചെയ്ത് വന്നിട്ട് ഈ ട്രാക്കിൽ നിന്ന് എന്ത് ചെയ്യാം, ഇങ്ങനെ 2ാമത്തെ എക്സിറ്റ് കഴിയുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുറത്തിറങ്ങുന്ന ട്രാക്കിൽ ഇതിനുള്ളിൽ കയറാം. ഓക്കെ, അപ്പോൾ ഈ 3 വേ എക്സിറ്റിൽ 3 വേ റൗണ്ട് ബോർഡിൻ്റെ സൈൻ ബോർഡ് ഉണ്ടാവും മുന്നേ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നേ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇത് നമുക്ക് നിങ്ങൾ എടുക്കുമ്പോൾ മനസ്സിലാവില്ല. ഓക്കെ, ഇതാണ് 3 വേ റൗണ്ട് ബോട്ടിൻ്റെ ഒരു ചെറിയ മോഡൽ. ഓരോ സ്ഥലങ്ങളിലും ഓരോ മോഡൽ ഉണ്ടാവും. ശ്രദ്ധിക്കുക വണ്ടി ഓടിക്കുമ്പോൾ.
ഓരോരോ ലൈനും സൈൻ ബോർഡും ശ്രദ്ധിച്ചാൽ മാത്രമേ വണ്ടി ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ട്രാക്ക് വെച്ച് ഗസ്റ്റ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. സൈൻ ബോർഡുകൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് പോകുകയാണെങ്കിൽ ഫസ്റ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് ഫുള്ള് ചെക്ക് ചെയ്ത് വണ്ടിയില്ലെങ്കിൽ കയറാം. ഫസ്റ്റ് എക്സിറ്റ് കഴിഞ്ഞ് സെക്കൻഡ് എക്സിറ്റ് കഴിയുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. അപ്പോൾ നേരെ പിന്നെ കയറുന്നത് ഈ ഭാഗത്തേക്കാണ്. ഓക്കെ. ഡയഗ്രാം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്കിത് അറിയില്ല, കുറച്ചൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യാണ്. മീൻസ് ഇതെങ്ങനെ മാർക്കിങ് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ ഇനി ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാം, സമയം എടുക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുക. റൗണ്ട് ബോട്ടാണെങ്കിലും ക്ലാസ്സസൊക്കെ നല്ല രീതിയിൽ എടുക്കുക. നല്ല സൂപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ലൈസൻസ് ഏത് എമിറേറ്റ്സിലാണെങ്കിലും എടുക്കാം. ഓക്കെ. അതായത് എമിറേറ്റ്സിൽ പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്ന റൂളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓരോരോ സ്ഥലങ്ങളിൽ ഓരോ എക്സ്പീരിയൻസ് വെച്ച് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ റൂളും കാര്യങ്ങളൊക്കെ എല്ലാം ഓർമ്മ വെക്കണമെങ്കിൽ ക്ലാസ്സസ് എടുത്താൽ നമുക്കൊന്നുകൂടി ഈസി ആയിട്ട് നിങ്ങൾ വിചാരിച്ച ലെവലിൽ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ തേർഡ് എക്സിറ്റിൽ കിടക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇതിൽ നിന്ന് ലെഫ്റ്റും പോകാം, യൂട്ടനും വരാം. അപ്പോൾ ലെഫ്റ്റ് ചെക്ക് ചെയ്തു, സെൻറ്റർ മിറർ നോക്കുക, നല്ല കയറി ഫസ്റ്റ് എക്സിറ്റ് കഴിഞ്ഞ് സെക്കൻഡ് എക്സിറ്റ് കഴിയുമ്പോൾ തേർഡ് എക്സിറ്റ് ഇതാ. തേർഡ് എക്സിറ്റിൽ നിന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക, മെല്ലെ യൂട്ടണിലേക്ക് കയറുക. ഓക്കെ. ഇതൊരു യൂട്ടണിലേക്ക് ഉള്ളത്. ലെഫ്റ്റ് ആണെങ്കിൽ അതേപോലെ ഇവിടുന്ന് മെല്ലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഉള്ളിൽ വന്ന് സെക്കൻഡ് എക്സിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് കയറുക. ഓക്കെ. ഈ എക്സിറ്റ് ആണ് ലെഫ്റ്റിലേക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ഇനി 2, 3, 4 ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ പോകണമെങ്കിൽ ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് എന്ത് ചെയ്യാം, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കയറിയ ഉള്ളിൽ വന്ന് ഏത് ട്രാക്കിലാണോ യൂട്ടൺ ലെഫ്റ്റ് ഈ ട്രാക്കിൽ പോകുന്നതാണ് ഈസി. 3 ട്രാക്കാണെങ്കിൽ 3 ഇതിലേക്ക് കയറാൻ പാടുള്ളൂ. 2 ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്കിങ് കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം. ഇവിടുന്ന് യൂട്ടൺ ആണെങ്കിൽ ഇത്. പിന്നെ റൈറ്റും സ്ട്രൈറ്റും ഈ ട്രാക്കിൽ നിന്ന് അധികം പോകാൻ നോക്കുക. നിങ്ങൾക്ക് ഡൗട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എക്സ്പീരിയൻസ് ആയി വരുമ്പോൾ നിങ്ങൾക്ക് റോഡും റൗണ്ട് അബൌട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇതാണ് 3 വേ റൗണ്ട് അബൌട്ട്. അതായത് 3 എക്സിറ്റ് ഇന്നുണ്ട്, ഔട്ടും 3 ആണ്. അപ്പോൾ റൗണ്ട് അബൌട്ട് ഇൻസൈഡ് 30 km സ്പീഡ് ഫോളോ ചെയ്യുക. ഒരുപാട് സ്പീഡ് കൂട്ടരുത്. റൗണ്ടിൽ കയ്യിൽ നിന്ന് വണ്ടി സ്ലിപ്പ് ആവും. മീൻസ് കൺട്രോൾ, ലാക്ക് ഓഫ് കൺട്രോൾ വരുന്ന മിസ്റ്റേക്ക് അങ്ങനെയാണ്. കയ്യിൽ നിന്ന് നമ്മൾ എക്സിറ്റ് അധികം കൊടുക്കുമ്പോൾ എന്താവും, ഇവിടെ നമുക്ക് കൺട്രോൾ കിട്ടില്ല. ഇതാണ് 3 വേ റൗണ്ട് അബൌട്ടിടെ. ഇനിയും റൗണ്ട് അബൌട്ട് ഐഡിയയും കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ട് തരും. സമയമുള്ളപ്പോൾ നമ്മൾ ചെയ്തിട്ട് വീഡിയോസൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അജ്മാനിൽ ആർക്കെങ്കിലും ഫയൽ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാം. യൂട്യൂബ് കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യും. പക്ഷേ അത് ചില സമയത്ത് നമുക്ക് ഒരുപാട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പിലോ അല്ലെങ്കിൽ കോളോ വിളിക്കാം, നമ്മൾ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ. നമ്മൾ ഡ്രൈവിംഗ് സ്കൂള് അജ്മാൻ ബസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് ഉള്ളത് അൽ ഫഹദ് ഡ്രൈവിംഗ് സ്കൂൾ. ഓക്കെ. നമ്മൾ ഫ്രീ സോൺ റൗണ്ട് അബൌട്ടിൽ നിന്ന് യൂട്ടൺ അടിച്ച് വന്ന് റൈറ്റ് എടുക്കുന്ന ഭാഗത്തുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പക്ഷേ കമൻറ്റിൽ റിപ്ലൈ ഒരുപാട് നേരം ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, വാട്സപ്പിലോ അല്ലെങ്കിൽ മിസ് കോളോ തന്നു കഴിഞ്ഞാൽ ഞാൻ വിളിക്കും, അല്ലെങ്കിൽ വാട്സപ്പിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ ഇതാണ് ഓരോരോ സൈഡിലും മാർക്കിങ് റോഡിൽ ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ചില റൗണ്ട് അബൌട്ടിൽ ഇപ്പോൾ നമ്മൾ 3 എണ്ണത്തിൽ ലെഫ്റ്റ് എഴുതിയിട്ടുണ്ട് അല്ലേ മാർക്കിങ്ങിൽ. ശരിക്കും അവിടുന്ന് മാർക്ക് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അത് മാർക്ക് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉള്ളതാണ്. ജസ്റ്റ് അത് ഞാൻ വായിച്ചു തരാം. നമ്മൾ ഇവിടുന്ന് വരുമ്പോൾ ഈ ഫസ്റ്റ് എക്സിറ്റ് ആണുള്ളത് അല്ലേ. ഈ ഫസ്റ്റ് എക്സിറ്റ് ഒന്നും ഒരിക്കലും എന്തില്ല, മീൻസ് ഫസ്റ്റ് നമ്മൾ നിൽക്കുന്ന ട്രാക്കിൽ നിന്ന്. അപ്പോൾ ഇത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നിങ്ങൾ പരമാവധി ലെഫ്റ്റ് മ്യൂട്ടിന് മാത്രം പോയാൽ മതി. ഓക്കെ. വീഡിയോസ് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിൽ നമ്മൾ യൂട്ടേണും ലെഫ്റ്റ് മാത്രമല്ല ഈ ട്രാക്കിൽ നിന്നൊക്കെ. ഓക്കെ. ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് മുന്നേ ജസ്റ്റ് ആ മാർക്കിംഗ് കണ്ട് മാർക്ക് ചെയ്തതാണ്. ശരിക്കും ഇതിന്ന് ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ, സ്ട്രൈറ്റ് ഇല്ല. ഓക്കെ. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് നേരെ ഇൻസൈഡ് വന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇതിലേക്ക് കയറാൻ പറ്റുന്നു. അപ്പോൾ ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇതെന്നാണെങ്കിൽ ഇങ്ങനെ വന്ന് ഉള്ളിലെത്തി ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ, സ്ട്രെയിറ്റ് ഇല്ല അവിടെ.
ഓൺലി ലെഫ്റ്റ് അല്ലെങ്കിൽ യു ടേൺ. ഇതിലതേപോലെ സ്ട്രൈറ്റ് എടുക്കാൻ പറ്റില്ല, ഓൺലി ലെഫ്റ്റ്. ഇത് മാർക്കിങ് മിസ്സായതാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഇവിടുന്ന് പറഞ്ഞ റൂൾ, ഈ ഇതന്നെ എല്ലാ സൈഡും വരും മാർക്കിങ്, ഇതിൽ മാർക്കിങ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ 3 വേ റൗണ്ട് അബൌട്ട് വീഡിയോസാണ്. ഫസ്റ്റ് നോക്കിയ ഈ 3 മാർക്കിങ് ശ്രദ്ധിക്കുക. ഇവിടുത്തെ മാർക്കിങ്ങുകൾ, ഈ ഫസ്റ്റ് ട്രാക്കത്തെ മാർക്കിങ് ഓൺലി ലെഫ്റ്റ് മ്യൂട്ടിന് മാത്രമേ ഉള്ളൂ. ഇവിടുന്നാണെങ്കിൽ ലെഫ്റ്റ് മ്യൂട്ടിനെ പറ്റുള്ളൂ, ഇവിടുന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടുന്നാണെങ്കിൽ ലെഫ്റ്റ് മ്യൂട്ടിനുള്ളൂ. അപ്പോൾ ഈ സൈഡത്ത് നോക്കണ്ട. ഫസ്റ്റ് പറഞ്ഞ വീഡിയോസിൽ ഇവിടെ പറഞ്ഞ ഈ 3 ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ മിസ് കോളോ തന്നു കഴിഞ്ഞാൽ ക്ലിയർ ആയി തരുന്നതായിരിക്കും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ.